അപ്പൊ ഇന്ന് നമുക്ക് രണ്ടാം ഭാവം 12 ഭാവങ്ങളുമായിട്ട് കണക്ട് ചെയ്താലുള്ള ഫലം നോക്കാം. രണ്ടാം ഭാവത്തിന്റെ നമ്മൾ ഈ ഫലങ്ങളെല്ലാം പറയുന്നത് തന്നെ ആ ഭാവങ്ങളുടെ കാരകമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫലം പറയുന്നത്. ഇത് രണ്ടാം ഭാവാധിപനോ ഭാവത്തിന്റെ സബ്ലോഡോ ഈ ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫലമുണ്ട് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. രണ്ടാം ഭാവാധിപൻ 1-ല്. അപ്പൊ രണ്ടാം ഭാവം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം വാക്കിന്റെയും ധനത്തിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ഭാവം 2-ആണ്. അപ്പൊ രണ്ടാം ഭാവാധിപതി 1-ൽ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ലഗ്നം എന്ന് പറയുന്നത് അയാളുടെ ശരീരമാണ്. അയാൾ സ്വന്തമായിട്ട് ലഗ്നം എന്ന് പറഞ്ഞ ആ വ്യക്തിയാണ്. അപ്പോഴെന്ത് ചെയ്യണേ? സ്വന്തമായി സമ്പത്തിനുള്ള അവസരങ്ങൾ എളുപ്പത്തിൽ സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ സമ്പത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. സമ്പത്തിനുള്ള അവസരങ്ങൾ സ്വയം സൃഷ്ടിക്കാൻ കഴിയും. സ്വയം സൃഷ്ടിക്കും. അതിന് കാരണം, അതായത് സ്വന്തം പരിശ്രമത്തിലൂടെ തന്നെ അയാൾക്ക് സമ്പത്ത് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. അതിന് കാരണം എന്ന് പറയുന്നത് ഈ 1-ാം ഭാവം എന്ന് പറയുന്നത് പരിശ്രമത്തിന്റെ ഭാവമായ 3-ന്റെ 11-ാം ഭാവമാണ് ഈ 1 എന്ന് പറയുന്ന പൊസിഷൻ. അതുകൊണ്ട് തന്നെ ഈ പരിശ്രമ ഭാവമായിട്ടുള്ള 3-ാം ഭാവം അതിന്റെ ലാഭസ്ഥാനമായ 11-ൽ വന്നതുകൊണ്ട് അയാൾക്ക് പരിശ്രമത്തിലൂടെ അയാൾക്ക് അവസരങ്ങളിലൂടെ അയാൾ ധനം സമ്പാദ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ധനം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ധനം എന്നത് പ്രധാന ഘടകമായിരിക്കും അയാളുടെ ലൈഫിൽ ഒരു പ്രധാന ഘടകം. അയാൾ സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള അയാളുടെ ലൈഫിൽ ഒരു പ്രധാന ഘടകമാണ്. കാരണം 2-ാം ഭാവാധിപതി അയാളാകുന്ന ആ ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 2-ാം ഭാവാധിപതി 1-ാം ഭാവാധിപതി 2-ൽ ചെന്ന് അയാൾക്ക് കുടുംബത്തിനോട് ധനത്തിനോട് എല്ലാം ഒരു അറ്റാച്ച്മെന്റ് കൂടുമെന്ന് പറഞ്ഞു. സെയിം ഫലം റിട്ടേൺ ആയിട്ട് ഇവിടെയും വരും. 2-ാം ഭാവാധിപതി ലഗ്നത്തിൽ പോയി നിൽക്കുമ്പോഴും അതേപോലെ അയാൾക്ക് കുടുംബത്തോട് അറ്റാച്ച്മെന്റ് കൂടും, അയാൾക്ക് ധനത്തിനോട് അറ്റാച്ച്മെന്റ് കൂടും. ധനമൊക്കെ അയാൾക്ക് വേണമെന്ന് പറയും. പിന്നെ അയാളുടെ ഈ 1-ാം ഭാവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ശരീരമാണ്. ആ ശരീരം മൊത്തത്തിൽ അയാളുടെ മാനസികാവസ്ഥ, ശരീരം എല്ലാം, ശരീര ഗുണദോഷങ്ങളെല്ലാം 1-ാം ഭാവം കൊണ്ട് ചിന്തിക്കും. എന്നതോടൊപ്പം തന്നെ ഈ 2-ാം ഭാവാധിപതി ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇയാൾ ശരീരം കൊണ്ട് ധനം ഉണ്ടാക്കും. ശരീരം കൊണ്ട് ധനം ഉണ്ടാക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ആക്ടർ, അഭിനേതാക്കൾ. അഭിനേതാക്കളുടെ പ്രത്യേകത അവരുടെ ആ ഒരു ബോഡി, അതിനൊരു വാല്യൂ ഉണ്ട്. ഇപ്പൊ മോഹൻലാൽ ആയിരുന്നു, മമ്മൂട്ടി ആയിരുന്നാലും മറ്റു നടന്മാരായിരുന്നാലും ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ, സ്പോർട്സ്മാൻമാർ, അവർക്ക് അവരുടേതായിട്ടുള്ള ബോഡി, അവരുടെ കഴിവുണ്ട്, സ്കില്ല്. അപ്പൊ ആ ഒരു ശരീരത്തിന്, അവരുടെ ഈ മൈൻഡ് അല്ല, ബോഡിക്ക് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടാവും. പിന്നെ വരുന്നത് രാഷ്ട്രീയക്കാർ അവരുടെ സാമീപ്യം തന്നെ മറ്റുള്ളവരെ ഊർജ്ജസ്വലമാക്കുന്നത് പോലെയും അതൊക്കെ രാഷ്ട്രീയക്കാര്. അപ്പോൾ ഇതെല്ലാം അവരുടെ ശരീരം, അവരുടെ വ്യക്തിത്വത്തിന് അവര് ധനത്തിനുള്ള മാർഗം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്നവര്, ശരീരം തടവി ഫിസിയോതെറാപ്പി ചെയ്യുന്നവർ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, പ്രകൃതി ചികിത്സകര്, അതൊക്കെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ജോലികളാണ്. അപ്പൊ ഈ ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു പ്ലേസ്മെന്റ് നല്ലതാണ്. പിന്നെ മികച്ച ബാങ്ക് ബാലൻസ് നന്നായിട്ട് കീപ്പ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. ബാങ്ക് ബാലൻസ് ശ്രദ്ധിക്കണം. ഈ ബാങ്ക് ബാലൻസ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അവിടെയൊക്കെയാണ് അവർ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം 2-ാം ഭാവത്തിന്റെ വ്യയഭാവമാണ് 1. 2-ാം ഭാവത്തിന്റെ 12-ാം ഭാവമാണ് 1. അപ്പോഴ് ഇയാൾ ചിലവാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കും, അയാൾക്ക് എക്സ്പെൻസ് കൂടുക, അങ്ങനെയുള്ള വിഷയങ്ങൾ വരും. അപ്പോഴത് സമ്പാദ്യശീലം അയാൾക്ക് കുറവായിരിക്കും, അയാൾ അത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. സ്വന്തം കുടുംബത്തെക്കാള് അന്യർക്ക് വേണം ഈ ജാതകനെ കൊണ്ട് കൂടുതൽ ഗുണം ഉണ്ടാവും. അപ്പോൾ സ്വന്തക്കാർക്ക് ഗുണം ചെയ്യില്ല. സ്വന്തക്കാരേക്കാൾ അന്യർക്ക് ഗുണം ചെയ്യും. അതിനും ഇതേ യുക്തി തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ 2-ാം ഭാവം എന്ന് പറയുന്നത് സ്വന്തം കുടുംബമാണ്. ആ കുടുംബത്തിന്റെ 12-ാം ഭാവമാണ് 1. അവിടെ അയാൾക്ക് സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് അയാളെ കൊണ്ട് വലിയ ഗുണം കിട്ടിയെന്ന് വരില്ല. എന്നാൽ പുറമേ ഉള്ളവർക്ക് അയാൾ നല്ല ഗുണം ചെയ്യുന്ന വ്യക്തിയായിരിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് പെരുമാറും. മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് പെരുമാറും.
പിന്നെ വരുന്നത് സ്വന്തം ഈ അയാളുടെ സംസാരത്തില് അയാളുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തും. അപ്പൊ അയാളുടെ കഥകൾ, ഞാൻ അവിടെ പോയപ്പോ ഞാൻ ഇങ്ങനെ സംഭവിച്ചു, ഞാൻ ഇന്ന് എന്നുള്ള ഒരു ഞാൻ എന്ന പദം കൂടുതൽ ഉപയോഗിക്കും. ഞാൻ എന്ന ഭാവം അതൊക്കെ അയാളുടെ കഥകളിൽ എന്ന് പറയുന്നത് ഇവിടെ സംസാരം എന്ന് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം രണ്ടാം ഭാവം സംഭാഷണമാണ്. അപ്പോൾ അയാള് പ്രഭാഷണം ചെയ്യുകയാണെങ്കിൽ അയാളുടെ എക്സ്പീരിയൻസ് പറയും, കഥകള്, അനുഭവങ്ങൾ, ഇതെല്ലാം പറഞ്ഞിട്ട് അയാൾ സംസാരിക്കും. അപ്പൊ ഇതെല്ലാം രണ്ടാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്ന ഒരു പ്ലേസ്മെന്റിൽ അയാൾക്ക് അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ്. മോശം പ്ലേസ്മെന്റ് ഒന്നുമല്ല. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ ഞാൻ ഇനി പഠിപ്പിക്കുന്നതും ഇനി പറഞ്ഞതുമായിട്ടുള്ള എല്ലാ പ്ലേസ്മെന്റിലും 6, 8, 12 ഭാവങ്ങൾ കണക്ട് ആവുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒന്നാണ് പറഞ്ഞത്, അപ്പൊ അതിന്റെ കൂടെ പ്ലേസ്മെന്റിൽ 6, 8, 12 ഭാവങ്ങളും കൂടെ മറ്റു വിഷയങ്ങളാൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോഴവിടെ പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ രണ്ടാം ഭാവാധിപൻ ഒന്നിൽ നിന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ടാം ഭാവാധിപനായ പ്ലാനറ്റ് ആരാണ്? ആ പ്ലാനറ്റിന്റെ റിസൾട്ട് എന്താണ്? ആ പ്ലാനറ്റ് ചെയ്യുന്ന ഇപ്പം ഈ പറഞ്ഞ ഫലങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 9 ഗ്രഹങ്ങളും 9 തരത്തിലുള്ള ക്യാരക്ടറുകളാണ്. അവർക്കെല്ലാം 9 തരത്തിലുള്ള ഫലമാണ് ചെയ്യുന്നത്. ഇപ്പൊ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നത് പോലെ അല്ല രണ്ടാം ഭാവാധിപനായ വ്യാഴം നിൽക്കുന്നത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. ഞാൻ ഇപ്പോൾ ഈ പറയുന്നതും പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കോമൺ ഫാക്ടറാണ്. ഇത് വച്ചിട്ട് പിന്നെ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾ ഗ്രഹങ്ങളുടെ അവരുടെ സ്വഭാവം അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റം ഉണ്ടാവും. അത് ഒരു ജ്യോത്സ്യന്റെ യുക്തിയാണ്. നമ്മൾ ഈ പുസ്തകങ്ങളിൽ കാണുന്ന പോലെ ഇതൊരു ടൂളാണ്. ഈ ടൂൾ എടുക്കുക, ഇങ്ങനെയുള്ള കുറച്ച് ഫലങ്ങളുണ്ട്. അപ്പൊ ഇതിൽ എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പൊ ഇപ്പൊ ഞാൻ ഇതിൽ വീഡിയോയിൽ ചെയ്തു ഇതേപോലെ അങ്ങ് നടക്കണമെന്നല്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എങ്ങനെയാ നോക്കണം. അപ്പൊ വ്യാഴം സംസാര ശൈലിയിൽ ചൊവ്വ നിന്ന് സംസാരിക്കുന്നത് ഇത്തിരി ദേഷ്യത്തോടെ സംസാരിക്കുന്ന ആളായിരിക്കും ചൊവ്വയുടെ കാരകത്വത്തിൽ. ഇപ്പൊ വ്യാഴമാണെങ്കിൽ താത്വികമായിട്ടുള്ള സംസാരിക്കുന്ന, ജ്ഞാനമായിട്ട് സംസാരിക്കുന്ന ആളായിരിക്കും. ശുക്രനാണെങ്കിൽ അയാൾ ഭൗതിക വിഷയങ്ങൾ അല്ലെങ്കിൽ സെക്ഷുവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കഥ, കവിത, ഇങ്ങനെയുള്ള കാര്യത്തിലുള്ള സംസാരമായിരിക്കും. ബുധനാണെങ്കിൽ ദ്വയാർത്ഥത്തിൽ സംസാരിക്കുക, തമാശ പറയുന്ന ക്യാരക്ടർ. അപ്പൊ രാഹു ആണെങ്കിൽ അതിൻ്റെതായ ഒരു രീതിയിലുള്ള സംസാരങ്ങൾ. രാഹു ഇപ്പം ചീറ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളും മറ്റു കാര്യങ്ങളും മറ്റു സംഭവങ്ങളും അന്യഭാഷ സംസാരിക്കുന്നവരെല്ലാം രാഹു. അപ്പൊ രാഹുവിന്റെ ബേസ് ക്വാളിറ്റി എന്താണെന്ന് നോക്കിയിട്ട് ചന്ദ്രനാണെങ്കിൽ അതേ മയത്തിലൊക്കെ സംസാരിക്കുക. അപ്പൊ ഇതെല്ലാം ഇവരുടെ ഓരോ ഭാവങ്ങളിലും ഞാൻ പറഞ്ഞു, പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആക്സിഡന്റ് നടക്കുമ്പോൾ ഓരോ പ്ലാനറ്റിന്റെ ക്യാരക്ടർ അനുസരിച്ച് ആക്സിഡന്റിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ഫലങ്ങളിലെല്ലാം പറയുമ്പോഴും ഈ ഒരു തത്വം നിങ്ങൾ ഈ 9 തരമാണ്. ഒരു ഫലത്തിന് 9 തരത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് KPയുടെ നട്ടൽ എന്ന് പറയുന്നത് ഗ്രഹകാരകത്വവും ഭാവകാരകത്വമാണ്. ഈ ഗ്രഹകാരകത്വം ഭാവകാരകത്വം അറിയാമെങ്കിൽ അത്യാവശ്യം അതിന്റെ കോമ്പിനേഷൻ വെച്ച് കറക്റ്റ് ഫലം പറയാൻ പറ്റും. ഈ സ്ക്രിപ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് തത്തമ്മ പുച്ച പോലെ നമ്മളിപ്പോ ഈ 2, 3, 8 ഭാവങ്ങൾ എന്ന് ഇങ്ങനെ പറയാം. ആ 2, 3, 8 ഭാവങ്ങൾ കൊടുക്കുന്ന ഗ്രഹം ഏതാണ്, ആ ഗ്രഹത്തിലൂടെ യോഗം ചെയ്യുന്നവരാരാണ്, അല്ലെങ്കിൽ ദൃഷ്ടി ചെയ്യുന്നവരാരാണ്, ഇതെല്ലാം KPയിൽ നോക്കും. അപ്പൊ അവിടെയാണ് ഫലം നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പൊ സൂര്യനെ കൊണ്ട് ദീപത്തിന്റെ വിളക്കിന്റെ കാരകമാണ്. ഈ 4-ാം ഭാവത്തിനായിട്ട് ബന്ധപ്പെട്ട് അതിന് 8, 12 ഒക്കെ ബന്ധം വരികയാണെങ്കിൽ വീടിന്റെ നഷ്ടമാണ്. അപ്പൊ വീട് നഷ്ടപ്പെടുത്തി സൂര്യനാണ് ഈ കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നതാണ്. അവിടെ ദീപം, കറണ്ട്, ബൾബ് മാറ്റിയിട്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ബൾബ് മാറ്റിയിടുക, ബൾബ് ഫീസാവും എപ്പോഴെങ്കിലും വീട്ടിലൊക്കെ എപ്പോഴെങ്കിലും നടന്നാൽ പോരാ. ഓൺ ദ സ്പോട്ട് ആ സമയത്ത് ആ ഒരാഴ്ചക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ബൾബ് കേടായി പോയി മാറ്റിയിട്ടിട്ടുണ്ടാവും. അത് പറയാൻ പറ്റുന്നു. KPയിൽ അതിന്റെ പ്രത്യേകതയാണ്. ആ ഒരു പീരീഡിൽ ആ ചിത്രം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ ചന്ദ്രൻ, ശനി, നിങ്ങൾക്ക് വെള്ളം, ജലസംബന്ധമായിട്ട്, മോട്ടോർ സംബന്ധമായിട്ട് അല്ലെങ്കിൽ പ്ലംബിങ്ങിന്റെ വർക്ക് നടന്നിട്ടുണ്ടാവും. ഇതെല്ലാം ഗ്രഹങ്ങളുടെ കാരകത്വം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോഴാണ്. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും പഠിച്ചു വെച്ചോണം കേട്ടോ. ഇതില് ഞാനെന്ന ഭാവം, അപ്പൊ ഇതാണ് രണ്ടാം ഭാവാധിപൻ 1-ാം ഭാവത്തിൽ നിന്നായിട്ടുള്ള ഫലം പറയുന്നത്. ഇനി 2-ാം ഭാവാധിപതി 2-ൽ തന്നെ നിൽക്കുമ്പോൾ നല്ലൊരു പ്ലേസ്മെന്റ് ആണ്. 2-ാം ഭാവം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഭാവാധിപതി ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അത് നല്ലൊരു പ്ലേസ്മെന്റ് ആണ്. അപ്പൊ അത് പറഞ്ഞ പോലെ തന്നെ 2-ാം ഭാവാധിപൻ 2-ൽ തന്നെയാണ്. അപ്പൊ നല്ല ധനസ്ഥിതി കൊള്ളാം. ധനസ്ഥിതി ഓക്കെ, നല്ലത്. കുടുംബാന്തരീക്ഷം നന്നായിരിക്കും. അയാളുടെ കുടുംബാന്തരീക്ഷം നന്നായിരിക്കും. കുടുംബാന്തരീക്ഷം നന്നാവും. നന്നായില്ലെങ്കിൽ ഇയാൾക്ക് നന്നാക്കാൻ അറിയാം. അയാളുടെ സംഭാഷണത്തിലെല്ലാം എല്ലാരെയും ചേർത്ത് കൊണ്ടുപോകാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കും.
ആ ബാങ്ക് ബാലൻസ് നന്നായിട്ട് ബാങ്ക് ബാലൻസ് നന്നായിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള വ്യക്തി ധനകാര്യ സ്ഥാപനങ്ങൾ മറ്റ് ധനകാര്യ സ്ഥാപനം, ബാങ്ക് പോലുള്ളത്, പിന്നെ ജ്വല്ലറി, അതുണ്ടല്ലോ നമ്മുടെ ആഭരണ കടകൾ, ജ്വല്ലറി, രത്നങ്ങൾ, ജെംസ് ചെയ്യുന്നവര്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും. ഫിനാൻസ്, ബാങ്കിങ്, ജ്വല്ലറി, ജെംസ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ ചെയ്യുന്നത് നല്ല പ്ലേസ്മെന്റ് ആണ്. തൊഴിൽ ഗുഡാണ്, കൊള്ളാം, അത് കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് അവർക്കും കൊള്ളാം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ആളുകൾക്കും ഈ രണ്ടാം ഭാവം ധനസ്ഥാനമാണല്ലോ, അപ്പോൾ അവർ അതിന്റെ ഗണിതവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റുകൾക്ക് കൊള്ളാം. പിന്നെ ഈ പ്ലേസ്മെന്റ് ഒരാളുടെ തൊഴിലുണ്ടല്ലോ, കുടുംബപരമായിട്ടുള്ള തൊഴിലുകൾ. ചില ആളുകൾക്ക് പാരമ്പര്യ തൊഴിൽ എന്ന് പറയുന്നത് അവർക്ക് കുടുംബത്തിന് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു തൊഴിലുണ്ടെങ്കിൽ അത് അവർക്ക് കൊണ്ടുവരാം. അതായത് ഈ ബിസിനസ്സിന് കുടുംബത്തെ ബിസിനസ്സിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള തൊഴിൽ ചെയ്യാം. കുടുംബപരമായ തൊഴിലുകൾ ചെയ്യാം. അപ്പോഴവർക്ക് കുടുംബപരമായിട്ടുള്ള തൊഴിലുകൾ, ഇപ്പൊ നഷ്ടപ്പെട്ട് നിൽക്കുന്ന തൊഴിലാണ്, കുടുംബത്തിൽ എന്തെങ്കിലും തൊഴിലുണ്ടെങ്കിലോ അത് അറിയാന്നുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും, കുറച്ചും കൂടെ അവർക്ക് കാര്യമായിട്ട് നടത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കുടുംബപരമായിട്ടുള്ള തൊഴിലുകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ നല്ല ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെടും. നല്ല ഭക്ഷണം കഴിക്കാനും പറ്റും കേട്ടോ. നല്ല ഭക്ഷണം അവർക്ക് ആസ്വദിക്കാൻ പറ്റും. ആസ്വദിച്ച് കഴിക്കുന്ന ആളുമായിരിക്കും. ഭക്ഷണത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ്. നിങ്ങൾ ജാതകം എഴുതുമ്പോൾ കറക്റ്റ് എഴുതിക്കും. രണ്ടാം ഭാവാധിപതി 2-ലൊക്കെ നിൽക്കുകയാണെങ്കിലും അയാൾക്ക് ഒരു ആഹാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിന് ഒരു ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാലും സെയിം തന്നെയാണ്. അതിൽ ഫുഡിനും ആ സംസാരത്തിനൊക്കെ ഒരു പ്രത്യേകത ആയിക്കൊണ്ടായിരിക്കും. ഇപ്പോഴും നല്ല ഭക്ഷണങ്ങൾ അയാൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അയാൾക്ക് വേണമെന്നുള്ള ഒരു പ്രത്യേക നിർബന്ധം അവർക്കുണ്ടായിരിക്കും. പിന്നെ ഇവർക്ക് ഈ പാർട്ടികളിൽ പങ്കെടുത്ത് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. പാർട്ടികളിൽ പങ്കെടുത്ത് ഫുഡ് കഴിക്കുക. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ ഇതിൽ. പിന്നെ വിദ്യാഗുണം അവർക്കുണ്ടായിരിക്കും. ധനത്തിന് ബുദ്ധിമുട്ട് വരില്ല. ഈ പ്ലേസ്മെന്റ് നല്ലതാണ്. അവരുടെ ആവശ്യത്തിനുള്ള ധനം അവർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഈ രണ്ട് മോശം പ്ലേസ്മെന്റ് അല്ല, നല്ലതാണ്. രണ്ടാം ഭാവാധിപതി 2-ൽ നിന്ന്. വാക്കും ധനവും എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിവുള്ളവരാണ് ഈ രണ്ടാം ഭാവാധിപതി 2-ൽ നിന്നാലുള്ള വ്യക്തികൾ. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് വരില്ല. ഇനി രണ്ടാം ഭാവാധിപതി 3-ൽ നിന്നാലുള്ളത്. ഈ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, 3-ാം ഭാവം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷന്റെ ഭാവമാണ്, സഹായത്തിന്റെ ഭാവം. അപ്പോൾ ഈ കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവർ, ഏജന്റുകൾ, എന്തിന്റെ ഏജൻസി എടുത്ത് ചെയ്യുന്നവര്, ഇവർക്കെല്ലാം ഇത് കൊള്ളാം. റിയൽ എസ്റ്റേറ്റിൽ ചെയ്യുന്നവർ, ജോലി ചെയ്യുന്നവർ, റിയൽ എസ്റ്റേറ്റ് ജോലിക്കാര്, പിന്നെ ഈ കമ്മീഷൻ ഏജന്റ്, റിയൽ എസ്റ്റേറ്റ്, പിന്നെ ടൂർ പോകുന്നവര്, എഴുത്തുകുത്തുകളൊക്കെ ചെയ്യുന്നവര്. അപ്പൊ അത് ക്ലറിക്കൽ പോസ്റ്റ് ആവാം, അല്ലെങ്കിൽ എഴുതുന്നവാം. ഇനി ആധാരം എഴുത്തും അതും ഇതെല്ലാം വരുന്നുണ്ട്. ആധാരം എഴുതുന്നവര്, ആധാരം എഴുത്ത്, സോഷ്യൽ മീഡിയ നമ്മളെ പോലുള്ള സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവര്, സോഷ്യൽ മീഡിയ, പുസ്തകം, ഓൺലൈൻ മാർക്കറ്റിംഗ്, സെയിൽസ്മാൻ, കടകളിലൊക്കെ സെയിൽസ്മാൻ ആയിട്ട് ഇരിക്കുന്നവര്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരും പണം സമ്പാദിക്കും. അപ്പൊ ഈ പ്ലേസ്മെന്റ് വരുന്നവർക്ക് ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇവരൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, അവർക്ക് വരും ജീവിതത്തിൽ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഭാവങ്ങളുടെ കാരകത്വത്തിലുള്ളതാണ്. അപ്പൊ അതും മനസ്സിലാക്കിയിരിക്കണം. ഇതിവിടെയല്ല, ഒരു ദശയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദശയിലും പോലും ഈ ഫലം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. കാരണം പുസ്തകം പബ്ലിഷ് ചെയ്ത് ധനം വരിക, കമ്മീഷൻ വ്യവസ്ഥയിൽ ധനം വരിക, ഇതെല്ലാം നിങ്ങൾക്ക് ഈ 2-3ന്റെ കോമ്പിനേഷൻ കൊണ്ട് ജാതകത്തിന്റെ ദശാഭാരങ്ങൾക്കും ഫലം പറയാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാൻ പറ്റും. പിന്നെ
ഏജൻസികളുടെ ഫ്രാഞ്ചൈസികളൊക്കെ തുടങ്ങാം, അത് കൊള്ളാം. പിന്നെ ഡ്രൈവർ ജോബ് ചെയ്യുന്നവര്, ഡ്രൈവർമാരുണ്ട്, വാഹനം ഓട്ടിക്കുന്നവര്, ഡ്രൈവർ, അത് നല്ല ഒരു ഇതാണ്. ഡ്രൈവർ ജോലി ചെയ്യുന്നവർക്ക് ഈ കൊണ്ടുകൊടുക്കുന്ന ഫുഡ് കൊണ്ടുകൊടുക്കുന്നവരുണ്ടല്ലോ, നമ്മുടെ സ്വിഗ്ഗി പോലുള്ള ഫുഡ്, രണ്ടാം ഭാഗം ഭക്ഷണമാണ്, 3 യാത്രയാണ്. അപ്പൊ ഈ സ്വിഗ്ഗി പോലുള്ള മറ്റോ സൊമാറ്റോ, സ്വിഗ്ഗി ഇങ്ങനെ പോലുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുകൊടുക്കുന്നവർ, ഭക്ഷണം കൊണ്ടുകൊടുക്കുന്നവർ, അവർക്കൊക്കെ ഈ പ്ലേസ്മെന്റ് ഉണ്ടാവും. കൊണ്ടുകൊടുക്കുന്നവർ അവർക്കൊക്കെ ജാതകത്തിൽ പോലും, ഇപ്പൊ ജാതകത്തിൽ ദശാപഹാര ചിത്രങ്ങളിൽ ഈ പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് ജാതകത്തിൽ 2ാം ഭാവാധിപതി 3-ൽ നിന്നുള്ള ഈ ഫലം തന്നെയായിരിക്കും. ഹൗസ് ഗ്രൂപ്പിംഗ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ദശയിലും ഈ ഫലങ്ങൾ കണക്ട് ചെയ്യുക. 2, 3-ന്റെ ഉള്ള ആ ഭാവങ്ങൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഫലം നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാം. പിന്നെ ധനസമ്പാദനത്തിന് സൂത്രശാലിത്യം, സൂത്രശാലിയായിരിക്കും, സൂത്രശാലി ധനസമ്പാദനത്തിൽ ഇതൊക്കെ അയാൾ ഉപയോഗിക്കും. ഈ സൂത്രശാലിത്വം അയാൾ ഉപയോഗിക്കും. ഈ പറഞ്ഞ ഞാൻ ഇത്രയും ഇനി പഠിപ്പിക്കുന്ന എല്ലാത്തിലും പ്ലേസ്മെന്റ് നല്ലതാണ് പറഞ്ഞു പോകുന്നത്. ഇതിനകത്ത് ഈ ഫലങ്ങൾ എപ്പോ മോശമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 6, 8, 12-ന്റെ ബന്ധങ്ങൾ കറക്റ്റ് കയറി വരുമ്പോൾ, 8-ന്റെയും 12-ന്റെയും ബന്ധം വരുമ്പോൾ, മെയിനായിട്ട് 8-ന്റെ ബന്ധം വരുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ തുടങ്ങും. അത് നിങ്ങളുടെ യുക്തിയാണ് കേട്ടോ. അപ്പൊ ഇതിപ്പോ 2-ാം ഭാവാധിപതി 3-ൽ നിന്നുള്ള ഫലം പറഞ്ഞു. പിന്നെ സഹോദര